എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ഓഗസ്റ്റ് മാസം കുംഭം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മറ്റു കാര്യം, ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ജൂലൈ മാസത്തിലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ വളരെയധികം വൈകുകയും ചെയ്തു. എന്തായാലും അടുത്ത മാസം മുതൽക്ക് കൃത്യസമയത്ത് തന്നെ മലയാളത്തിൻ്റെ 12 വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് ഭാഷകളിലെ വീഡിയോ ഒരു പരീക്ഷണാർത്ഥം ഇട്ട് നോക്കിയതാണ്. ഇട്ട് നോക്ക്, അത് നിങ്ങൾ ആശയക്കുഴപ്പം വേണ്ട. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ രാശിയിലുള്ള അല്ലെ 12 രാശികൾക്കുള്ള വീഡിയോ എല്ലാ മാസവും സാധാരണ പോലെ തന്നെ അതേ സമയത്താകുമ്പോൾ നേരത്തെ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. നിങ്ങളത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ മാസത്തെ കുംഭം രാശിയുടെ ഫലങ്ങൾ നോക്കാം. കുംഭം രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും പുരുട്ടാതിയും രണ്ടാമത്തെ പകുതിയും ചതയവും പുരുട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗമാണ് കുംഭം രാശിയിലുള്ളത്. കുംഭം രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുംഭം ഒരു ജന്മശനി എന്ന ദോഷം ഒഴിഞ്ഞ രാശിയാണ് പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ 2-3 വർഷം നല്ല ഒരു 8 വർഷത്തോളമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടിയ ഒരു വ്യാഴമാറ്റമായിരുന്നു മെയ് മാസം 14-േത്. എങ്കിൽ പോലും എല്ലാവർക്കും ഒരേപോലെ ഒരേ അളവിൽ തന്നെ എപ്പോഴും പെട്ടെന്ന് തന്നെ ഒരു ദിവസം മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഏറ്റക്കുറച്ചിലുകൾ വരാം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ഒരു പരീക്ഷണ ഘട്ടം കഴിഞ്ഞിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ബുദ്ധിമുട്ട് നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് തന്നെ അതൊരു മുഴുവൻ മാറ്റങ്ങളിലേക്ക് വരണം എന്നില്ല. കുറച്ച് മാസങ്ങൾ വേണ്ടി വന്നേക്കാം. എന്നാലും മെയ് 14 മുതൽക്കാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. വ്യാഴം 5-ലേക്ക് പോയി. 5 സന്താനഭാവമായിട്ടും ഭാഗ്യഭാവമായിട്ടും ചില പ്രമാണങ്ങളൊക്കെ കരുതുന്നു. സന്താനം, ഭാഗ്യം, പൂർവ്വപുണ്യം, സുഹൃതം ഒക്കെ പറയുന്ന ഒരു ഭാവത്തിലാണ് വ്യാഴത്തെ പോലെ ഒരു സർവേശ്വരകാരകനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്. അതൊരു വളരെ ഐശ്വര്യപ്രദമായ ഒരു ഗ്രഹസ്ഥയാണ്. ബന്ധുമിത്രാദികളോടൊക്കെ സഹകരിച്ച് ഗുരു കാരണവന്മാരോടൊക്കെ സഹകരിച്ച് ഓരോ ഒത്തുചേരലുകളും ഒക്കെ നടക്കുന്നൊരു സമയമാണ് ഈ 5 എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ 5 വ്യാഴം മാറ്റം വരുമ്പോൾ നാട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ബന്ധുക്കളൊക്കെ ആയിട്ട് സമാഗമിക്കാനുള്ള അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതിന് കാരണം ഈ പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ മാറ്റമാണ്. എന്ന് മാത്രമല്ല, ഈ വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവരുടെ ലാഭസ്ഥാനമായിട്ടുള്ള ധനുരാശിയിലേക്കും ഇവരുടെ സഹായസ്ഥാനമായിട്ടുള്ള മേടം രാശിയിലേക്കും ഒക്കെ വീക്ഷിക്കുന്നു. ഇവരുടെ സഹായസ്ഥാനത്തേക്ക് വരുന്നില്ല. അതായത് ഇവരുടെ 9 ഇവരുടെ ഭാഗ്യഭാവത്തിലേക്കും ഇവരുടെ ലാഭസ്ഥാനത്തിലേക്കും സർവാഭീഷ്ട സ്ഥാനത്തേക്കും വീക്ഷണം വരുന്നു. പിന്നെ ജന്മത്തിലേക്കും ഇവരുടെ കുംഭരാശിയിലേക്കും വീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ഷണം. ഇവരുടെ ആ വീക്ഷണമാണ് ഇവരെ ഒരു എന്ത് പറഞ്ഞൊരു അവർക്കൊരു ശാപമോക്ഷം പോലെ ആണ് അത് 9-ലേക്കും 11-ലേക്കൊക്കെ വീക്ഷണങ്ങൾ വരിക, ജന്മത്തിലേക്കൊക്കെ വരിക ഭയങ്കര യോഗമാണ്. അതാണ് ഈ 5-ൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അനുഭവത്തിൽ വരണമെന്നില്ല. അതിൻ്റെ നമ്മുടെ ദശാവഹാരങ്ങളൊക്കെ കാരണമാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇനിയും അനുഭവങ്ങൾ വരാത്ത ആൾക്കാർക്ക്, മാറ്റം വരാത്തവർക്ക് അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് അതിൻ്റെ ദശാവഹാരങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത്. കാരണം അങ്ങനെയുള്ള ഈ കുടുംബപരമായ ദോഷങ്ങൾ അവരുടെ ജാതകത്തിലെ ദശാപഹാരങ്ങളുടെ എന്തെങ്കിലും അഷ്ടമാധിപൻ്റെ ദശയോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ദോഷ സമയം നടക്കുന്നവർക്കൊക്കെ ഇത്തരം ഫലങ്ങൾ പൂർണ്ണമായിട്ട് വരണമെന്നില്ല. അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്തേ കഴിയൂ. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ചാരഫലങ്ങളാണ്, ഗോചര ഫലങ്ങളെന്ന് പറയും. നക്ഷത്രം ഉള്ള ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ട് ഗ്രഹസഞ്ചാരങ്ങൾ വിലയിരുത്തി പറയുന്നതാണ് ഗോചരഫലങ്ങൾ. അത് ഒരു ഭാഗം മാത്രമാണ്. അതും ദശാപഹാരങ്ങൾ കൂടിയ അനുഭവമാണ് വ്യക്തിക്ക് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഏകദേശം ഒരു 80% ഈ ഗോചരഫലങ്ങൾ നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കും ആപ്ലിക്കബിളാണ്. അത് മാറ്റമില്ല. അപ്പോൾ അങ്ങനെയാണ് പൊതുവൊരു കാലം. പിന്നെ ശനി ദോഷം കാഠിന്യം കുറഞ്ഞ 7 ശനിയുടെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് 2-ാം ഭാവത്തിലേക്ക് കടന്നതാണ് മാർച്ച് 29. അപ്പോൾ അങ്ങനെ പൊതുവിലൊരു ആശ്വാസത്തിൻ്റെ കാലമാണ് ഇവർക്കുള്ളത്. ഈ രാശിക്കാർക്ക് ഒരു വർഷത്തേക്ക് വരുന്നൊരു മാറ്റം ആശ്വാസത്തിൻ്റെ മാറ്റം തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ ഈ ജൂലൈ 13 ശനി വക്രം ചെയ്യുന്നു. വക്രം ചെയ്യുമ്പോൾ അധികാരം, വക്രം മുതലായ അവസ്ഥകൾക്ക് അതിൻ്റെ പൂർവ്വരാശിയുടെ ഫലത്തെ ജന്മശനിയുടെ ഫലത്തെ കുറച്ച് പറയേണ്ട ഒരു സമയമാണ് ഇവർക്ക്. ഈ ജൂലൈ മാസം 13 ചിലപ്പോൾ ഓഗസ്റ്റ് മുതൽ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ കുറച്ചൊരു തടസ്സങ്ങൾ ചെറുതായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ചെറിയൊരു പ്രഷർ വരാം. അതിന് കാരണം ഒരു ജൂലൈ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ജൂലൈ മധ്യത്തോടുകൂടി ഒരു സമ്മർദ്ദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ ശനിയുടെ വക്രത്തിൻ്റെയാണ്. പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ഒരു
അല്ല ഏടാകുളങ്ങളിൽ ചെന്ന് ചാടുക, അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ വരാം. അതിൻ്റെ ശനിവാരത്തിൻ്റെ സൂചനയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് നമുക്ക് 2 മാസത്തേക്കേ ഉള്ളൂ. ഒക്ടോബർ 19 തീരും. അപ്പോൾ അത് താൽക്കാലികമാണ്, അങ്ങനെ സമ്മർദ്ദം ഉണ്ടെങ്കിലെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതാണ് പൊതുവിലുള്ള ഇവരുടെ അവസ്ഥ. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഈ മാസത്തെ ഗ്രഹനില, അതിലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യനിൽ നിന്ന് തുടങ്ങാം. സൂര്യൻ 6-ാം ഭാവത്തിലേക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ഒരു ഈസി ആയിട്ട് മാറുന്നൊരു അവസ്ഥകൾ വരാം. 6-ലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നല്ല ഒരു ഈസി ആയിട്ട് വരാം. മാസത്തിൻ്റെ 2-ാം പകുതി അത്ര 2-ാം പകുതി അപേക്ഷിച്ച് ആദ്യ പകുതിയാണ് കൂടുതൽ നല്ലത്. ശുക്രൻ ഇവരുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് എന്താ പറയുക, ഇവരുടെ 5 പ്രണയസ്ഥാനം കൂടിയാണ്. പ്രണയസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് പ്രണയിതാവുമായിട്ടോ ജീവിത പങ്കാളിയായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളമായ ബന്ധം, അതിൻ്റെ ഒരു ബോണ്ട് വളരെയധികം നന്നാവും. അതുപോലെ തന്നെ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നത് കുറച്ചൊരു വീക്ക് പോയിൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ 8 ആരോഗ്യസ്ഥാനം, ആരോഗ്യവും ആയുസ്സൊക്കെ സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് പോയിട്ട് ഈ ചൊവ്വയെപ്പോലെ അതിപാപനായ, ഏറ്റവും പാപത്വം ചൊവ്വയ്ക്കാണ്, ഏറ്റവും പാപത്വവും അതുപോലെ തന്നെ ആഗ്നേയഗ്രഹവുമായ ചൊവ്വ പോയി നിൽക്കുന്നത് ഇത്തിരി ചെറിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, തടസ്സങ്ങളൊക്കെ വരാം. ബുധൻ 6-ാം ഭാവത്ത് നിൽക്കുന്നത് ആശയവിനിമയത്തെ സ്വാധീനിക്കാം. ഓഗസ്റ്റ് മാസം ഒരു 15-ാം തീയതി വരെ ഉള്ളൂ. വ്യാഴം ഒരു വളരെ നല്ല ഭാവത്തിൽ ശുക്രനുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇവരുടെ വളർച്ചയെയും സാമ്പത്തികമായിട്ടും കരിയർ വൈസൊക്കെയുള്ള ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രഹസ്ഥയാണ്. വ്യാഴവും ശുക്രനും കൂടി യോഗം ചെയ്യുന്നത് ഇവരുടെ 7 ശനിയുടെ എഫക്റ്റുകളെല്ലാം തന്നെ മാറ്റി നല്ല ഫലങ്ങളെ ഇവർക്ക് നൽകും. അതാണ് പറഞ്ഞത്, ഇവർക്ക് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനവും കൂടി പൊതുവിലുള്ള ഫലത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ രാഹു ഇവരുടെ രാശിയിൽ നിൽക്കുന്നത് ഇവർക്ക് ദോഷത്തെക്കാളേറെ ഗുണമാണ് ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ വീക്ഷണത്തിൽ നിൽക്കുന്ന രാഹു ആയതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷത്തെക്കാളേറെ ഗുണമാണ് ഇവർക്ക് കിട്ടുക. അപ്പോൾ വ്യാഴത്തെ കൊണ്ടും ശുക്രനെ കൊണ്ടും ഒക്കെ ഇവർക്ക് വളരെയധികം നല്ല മാറ്റങ്ങളുള്ളൊരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം. അതുപോലെ തന്നെ ഈ രാഹുവിൻ്റെയും ഈ വ്യാഴത്തിൻ്റെയും പരസ്പര വീക്ഷണമല്ല, വ്യാഴത്തിൻ്റെ വീക്ഷണമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് റിക്കവർ ആവാനൊക്കെ കഴിഞ്ഞ കുറേ കാലത്തെ പ്രഷറിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകൾ ഈ മാസം നൽകുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇവർക്ക് കുറേ കാലമായിട്ട് അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു മാറ്റം വരില്ല, അതിനൊരു ചെറിയൊരു റിക്കവറി പീരീഡ് വരാം. അത് ചിലർക്ക് നല്ല ദശാകാലങ്ങൾ പെട്ടെന്നായിരിക്കും വരുന്നത്. പൊതുവിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുകയും എല്ലാ കാര്യവും എളുപ്പമായി മാറും, പ്രശ്നങ്ങളൊക്കെ മാറി. അപ്പോൾ ഒരു ശനിയുടെ 7 ശനിയുടെ മോശമായിട്ടുള്ള ഫലങ്ങളൊക്കെ മാറ്റി ഒരു വിജയം നൽകുന്ന ഒരു മാസമായിരിക്കും കുംഭം രാശിക്കാർക്ക് ഈ മാസം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനും അതുപോലെ തന്നെ ഇവരെ തന്നെ 7 ശനിയിൽ നിന്ന് ഇവരെ തന്നെ സംരക്ഷിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയൊരു പ്ലാൻ, ജീവിതത്തിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി മുമ്പോട്ട് പോകാൻ കഴിയുന്ന വളരെ നല്ലൊരു പീരീഡാണ് ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം. ശനി ഭഗവാൻ വക്രഗതിയിലായതുകൊണ്ടിട്ട് ശനി പ്രീതി വരുത്തുക, ശനി ക്ഷേത്രങ്ങളോ ശാസ്താക്ഷേത്രങ്ങളോ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ ശാസ്താവിനാണെങ്കിൽ നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളു പായസം തുടങ്ങിയവ നടത്താം. ശിവനാണ് ചെയ്യുന്നതെങ്കിൽ പിൻവിളക്ക്, ധാര, കൂളമാല. ആഞ്ജനേയനാണ് ചെയ്യുന്നതെങ്കിൽ വെറ്റിലമാല, വടമാല, കുങ്കുമാർച്ചന എന്നിവയൊക്കെ ഇതെല്ലാം ചെയ്യേണ്ടത് ശനിയാഴ്ചയാണ്. ഇതെല്ലാം ശനിപ്രീതിക്കായിട്ട് ചെയ്യുന്നതാണ്. എല്ലാം ഒരുമിച്ച് വേണമെന്നില്ല, മാറി മാറി ചെയ്താൽ മതി. ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ക്ഷേത്ര ദർശനം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും കൂടി നോൺ വെജ് ഒഴിവാക്കുക. നോൺ വെജ് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി പുറന്തള്ളി പോകുന്നത് ഒരു 48 മണിക്കൂർ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്ത് ശനിയുടെ ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ, ചെറിയൊരു നെഗറ്റിവിറ്റി, ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ നോൺ വെജ് കൂടുതൽ നമ്മളെ നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുക, അത് ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം ഇല്ലാതാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്ന വർഷം ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ ദോഷഫലങ്ങളെല്ലാം തന്നെ മാറി ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാസമായിട്ട് ഓഗസ്റ്റ് മാറുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ കുംഭം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു ഭാഗ്യം നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു.
നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.